ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഉണ്ണിമയ ഷിൻസു യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. എങ്ങനെയാണ് ഒരു അടിപൊളി പരിപ്പ് വട നമ്മൾക്ക് ഉണ്ടാക്കാമെന്ന് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എങ്ങനെ അടിപൊളിയായിട്ട് നമുക്കൊരു പരിപ്പ് വട ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾക്ക് വേണ്ടത് കടലപ്പരിപ്പാണ്. ഞാൻ ഉച്ചയ്ക്ക് വെള്ളത്തിലിട്ട് വെച്ചു. ഒരു 2-3 മണിക്കൂർ, 5 മണിക്കൂർ കുതിരാൻ വെച്ച കടലപ്പരിപ്പാണ്. നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. നമ്മൾക്ക് ആദ്യം ഇതൊന്ന് അരച്ചെടുക്കണം. ഒരുപാട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കരുത്. വെള്ളവും അധികം ചേർക്കാതെ തന്നെ ഒന്ന് ക്രഷ് ചെയ്ത് എടുത്താൽ മതിയാവും. ആ ഒരു പരുവം കിട്ടണമെങ്കിൽ വെള്ളം ഒഴിക്കാൻ പാടില്ല. വെള്ളം ഒഴിക്കാതെ തന്നെ നമുക്കൊന്ന് ക്രഷ് ചെയ്ത് എടുക്കാം. അങ്ങനെ ക്രഷ് ചെയ്ത് എടുത്തു. ഇങ്ങനെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടണം. ഇടയിൽ ചെറിയ കടലപ്പരിപ്പ് ഓരോന്ന് ഇടയിൽ വേണം, എന്നാലാണ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. പിന്നെ അതിനായിട്ട് വേണ്ടത് ഒരു 2 ചെറിയ സവോള ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 പച്ചമുളക്. നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് എടുക്കാം. പിന്നെ കറിവേപ്പില, ഒരു ചെറിയ പച്ചമുളക് 4 എടുത്തിരിക്കുന്നത്. അങ്ങനെ ഒരു പാത്രത്തിൽ നമുക്ക് ആദ്യം സവാള കൊട്ടുക. സവാള ചേർത്തതിന് ശേഷം പച്ചമുളക്, കറിവേപ്പില, പെരിഞ്ജീരകം ഒരു 5-6 എണ്ണം ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പെരിഞ്ജീരകം ആഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ഞാൻ കുറച്ച് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ്. ഇവയെല്ലാം കൂടെ നമ്മൾക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കൈകൊണ്ട് തന്നെ മാക്സിമം മിക്സ് ചെയ്യാൻ ശ്രമിക്കണം. കാരണം ഉപ്പ് എല്ലാവിടെയും ഒന്ന് പിടിക്കാൻ അതിന് വേണ്ടിയിട്ടാണ്. വെള്ളമില്ലാതെ തന്നെ നമുക്ക് ഇതുപോലെ രീതിയിൽ അരച്ചെടുക്കണം. എന്നാലാണ് പരിപ്പ് വട കറക്റ്റ് ക്രിസ്പി ആയിട്ടുള്ളൊരു പരിപ്പ് വട നമ്മൾ കിട്ടുള്ളൂ. ഓക്കെ, ഈ ഒരു രീതിയിലാണ് വേണ്ടത് പരിപ്പ് വട ഉണ്ടാക്കാൻ. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. പാൻ നല്ലപോലെ ചൂടായതിനു ശേഷം നമ്മൾക്ക് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം. ആ വെളിച്ചെണ്ണയായാലും ഓയിലായാലും കുഴപ്പമില്ല. ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ്. ഏത് ഓയിലായാലും കുഴപ്പമില്ല. നല്ലപോലെ ഓയിൽ ചൂടായതിനു ശേഷം മാവെടുത്ത് ഒന്ന് കൈ വെച്ചിട്ട് തന്നെ നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. ചെറിയ റൗണ്ടിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഒരുപാട് വട്ടത്തിൽ ഉണ്ടാക്കുന്നില്ല. ഒരു ചെറിയൊരു റൗണ്ട് ഷേപ്പിൽ തന്നെയാണ് നമ്മുടെ കയ്യിൽ പറ്റാവുന്ന രീതിയിലുള്ള ഷേപ്പാണ്. ആ ഒരു ചെറിയ ഷേപ്പിൽ നമ്മൾ ഉണ്ടാക്കി എണ്ണയിലോട്ട് ഇട്ടു. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ക്രിസ്പിയായിട്ട് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പരിപ്പ് വട റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ ഓരോന്നോരോന്നായി നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക. എന്നാലാണ് പെട്ടെന്ന് ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. നമ്മൾ ഫസ്റ്റ് ഇട്ടത് ആയി കാണും. അതിനൊന്ന് മലത്തിയിടാം. എല്ലാം തിരിച്ചിടണം. എന്നാലാണ് ആ സൈഡ് കൂടെ വേഗത്തുള്ളൂ.
അങ്ങനെ എല്ലാം തിരിച്ചിട്ടു. ഒരു ബ്രൗൺ കളർ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് അതെല്ലാം എടുക്കാം. പാകത്തിന് ക്രിസ്പിയായി നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കയ്യിൽ വെച്ചത് എടുത്തു. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ പരിപ്പ് വട ഉണ്ടാക്കാം എന്നാണ് ഈ വീഡിയോയിൽ ചെയ്തിരിക്കുന്നത്. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. അങ്ങനെ ക്രിസ്പിയായിട്ടുള്ള പരിപ്പ് വട റെഡിയായി കഴിഞ്ഞു. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.